إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയെ സംബന്ധിച്ച് മകൾ ഖിത്അത്തു കബദി, എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി ചൊല്ലുന്നുണ്ട്, യാ വാ ഖർബ അബാ, എൻ്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറയുന്നു, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഈ ദിവസത്തിന് ശേഷം നിന്റെ വാപ്പാക്ക് ഇനി ഒരു വേദനയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര ചൊല്ലി വിട പറഞ്ഞു വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഫൻ ചെയ്തതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അനസിനോട് ചോദിക്കുന്നുണ്ട്, യാ അനസ് അത്വാബത് അൻഫുസുകും അൻ തഹ്സു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുറാബ്, അല്ലയോ അനസേ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു അത്രത്തോളം ജീവന തുല്യം സ്നേഹിച്ച മഹബ്ബത്തുണ്ടായിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മേലെ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് തോന്നിയത് എന്ന്. സഹോദരങ്ങളെ, അതൊരു റബീഉൽ അവ്വൽ 12-നായിരുന്നു ആ വിയോഗം എന്നത് ചരിത്രം മനസ്സിലാക്കുന്ന, പരിശോധിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവരെ ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹയെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മാതാവ് എന്ന പോലെ താങ്ങായിരുന്നു. അവരെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് പോകുമ്പോൾ അവർ കരയുകയാണ്. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഖൈറായ ഒരു അവസ്ഥയിലേക്കല്ലേ പോയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അറിയാം, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഒരു അവസ്ഥയിലേക്കാണ് പോയത്. പക്ഷേ വലാകിൻ അബ്കി ആകാശത്ത് നിന്ന് വഹി വരുന്നത് നിലച്ചു പോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഏതൊരു വിഷയത്തിലും അല്ലാഹുവിൽ നിന്നുള്ള വഹിയെ അത് ഇറങ്ങാറുണ്ടായിരുന്നല്ലോ, അത് നിന്നു പോയതാണ്. സ്വാറൽ മുസ്ലിമൂന, ചരിത്രത്തിൽ കാണാം, ഖൽ ഗനമിൽ മതീറ ബില്ലൈലത്തി ഷാതിയ, കൂരിരുട്ടുള്ള രാത്രിയിൽ, ഇടിയും മഴയും ഒക്കെയുള്ള രാത്രിയിൽ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയ ഒരാട്ടിൻകുട്ടിയെ പോലെ
മദീനയാസകലം ഇരുൾ മൂടിയ അവരുടെ മനസ്സ് അങ്ങേയറ്റം ബേജാറായ ഒരു അവസ്ഥയായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ആ ഒരു പ്രവാചകന്റെ വിയോഗത്തെയാണ്, എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കിയ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി, ഡാൻസോടുകൂടി, അതുപോലെ തന്നെ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് ആരോടൊക്കെയോ ചലഞ്ച് എന്നുള്ള നിലക്ക് ടെമ്പിളുകൾക്ക് മുമ്പിൽ പോലും നിന്ന് തട്ടഹസിച്ചുകൊണ്ട്. സഹോദരങ്ങളെ, ഇതാണോ ദീൻ? ഇത് ഇസ്ലാം പഠിപ്പിച്ചില്ല. എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു സ്നേഹം, അങ്ങനെ ഒരു മഹബ്ബത്ത്. വർഷത്തിൽ ഒരിക്കൽ അതോടുകൂടി തീർന്നു പോയല്ലോ. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പോലും പള്ളിയിൽ കാണാത്ത ആളുകൾ അവരാണ് റോഡ് ബ്ലോക്കാക്കി ഈ ഗ്രീൻ ഫ്ലാഗുകൾ. സഹോദരങ്ങളെ, നാളെ ശഫാഅത്തിന് നമുക്കുണ്ടാവുമോ? ഇല്ല. ഇതൊന്നുമല്ല ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകളും അവിടുത്തെ മഹബ്ബത്തും ആ സഹാബത്ത് നിലനിർത്തിയതുപോലെ ഇന്നും എന്നും മരണം വരെ വിശ്വാസികൾ അവർ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ ഇവിടെ നിന്ന് ജുമാ ദിവസം പള്ളിയിൽ ഇങ്ങനെ സഫായിരിക്കാൻ എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനമുണ്ട്, അതിന് സുന്നത്തുണ്ട്. അതിന് ജുമാ ദിവസത്തിലെ ഫജ്ർ നമസ്കാരത്തിൽ ഏത് സൂറത്ത് ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ വരുന്നവർക്കുള്ള പ്രതിഫലം പഠിപ്പിച്ചു, സൂറത്തുൽ കഹ്ഫിന്റെ മഹത്വം പഠിപ്പിച്ചു. ഇങ്ങനെ വിശ്വാസിയുടെ ഓരോ നാളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള മഹബ്ബത്താണ്. ആ സുന്നത്തുകളെ നെഞ്ചോട് ചേർത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് അവൻ പ്രകടിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്യുന്നു? ഓരോ മൂവ്മെന്റ്സിലും വിശ്വാസികളുടെ ജീവിതത്തിൽ ഉറങ്ങി എണീക്കുന്നത് മുതൽ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഡ്രസ്സ് ധരിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ രംഗത്തും ആ സുന്നത്തുകൾ അവൻ കാത്തു സൂക്ഷിക്കുന്നു. സഹോദരങ്ങളെ, ഈ തെമ്മാടിത്തമെല്ലാം ചെയ്തു വെച്ച് ജനങ്ങളെ കൊണ്ട് ഇങ്ങനെയുള്ള പേക്കൂത്തുകളെല്ലാം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് പ്രകടിപ്പിച്ച് അവസാനിപ്പിച്ചു പോകുന്നുവെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഈ സമൂഹത്തെ നയിക്കുന്ന പണ്ഡിത പുരോഹിതന്മാർക്കാണ്. ഇന്ന കസീറ മിനൽ അഹ്ബാർ വറുഹ്ബാൻ ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ജനങ്ങളുടെ ധനങ്ങൾ അന്യായമായി തിന്നുകയും അവരെ യഥാർത്ഥ ദീനിൽ നിന്ന് തടയുകയും ചെയ്യുന്ന പണ്ഡിത പുരോഹിതന്മാരെ നിങ്ങൾ ജാഗ്രതയാക്കണേ. ഇത് തബറ അല്ലദീന തബഉ മിനല്ലദീന തബഉ സൂറത്തുൽ ബഖറയിൽ കാണാം. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ഈ വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഒരു നാൾ വരാനുണ്ട്. നിങ്ങളെ കൊണ്ട് ഈ ചെയ്യിപ്പിച്ച, ഈ തുള്ളിപ്പിച്ച, റോഡിൽ കടന്ന് നടു റോഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞുകൊണ്ട് കാണിച്ച പേക്കൂത്തുകൾക്ക് അതൊന്നും നിങ്ങൾക്ക് സാക്ഷി പറയാൻ ഒരാളും ഉണ്ടാവുകയില്ല. ആരെ നിങ്ങൾ ഫോളോ ചെയ്തോ അവരുമായുള്ള എല്ലാ ബന്ധവും കട്ടായി പോകുന്ന ഒരു നാൾ വരാനുണ്ട്. എല്ലാ ബന്ധങ്ങളും അറ്റുപോകുന്ന ഒരു നാൾ. അപ്പോൾ പറയും, ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളിൽ നിന്ന് ദൂരെയായതുപോലെ ഞങ്ങളും അവരിൽ നിന്ന് ദൂരെയാകാം. അവർക്ക് അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടും. സഹോദരങ്ങളെ, എല്ലാം നഷ്ടപ്പെട്ടു പോകും. വിശ്വാസികൾ അവരുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് അത് ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുന്നവരാവണം. അവനെ യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹിയാവും. എന്തൊക്കെയാ തെളിവുകൾ കൊണ്ടുവന്നത് പാവങ്ങളുടെ പാമരന്മാരുടെ മുന്നിൽ. വിശുദ്ധ ഖുർആനിൽ നിന്ന് പോലും ആയത്ത് ഓതാൻ മടി കാണിച്ചില്ല. വളരെ വ്യക്തമായിരുന്നു. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന ആയത്ത് ഏറെക്കുറെ മുഴുവൻ അഹ്ലുസുന്നയുടെ തഫ്സീറിലും ഫദ്ൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണെന്നും റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനാണ്, ഇസ്ലാമാണെന്നും വ്യക്തമാണ്. മാത്രമല്ല, അതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ തന്നെ യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉ ലിമാ ഫി സുദൂർ. നിങ്ങൾക്ക് ഹൃദയങ്ങൾക്ക് ശിഫയായിക്കൊണ്ട് സന്മാർഗമായി സതുപദേശമായി ഇതാ അള്ളാഹുവിന്റെ ഖുർആൻ വന്നിരിക്കുന്നു. ആ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ്. അതല്ലാതെ ഇത് മീലാദ് ആഘോഷം നടത്താനുള്ള ദലീലല്ല. പിന്നെയോ നല്ല ബിദ്അത്തുണ്ട്, ചീത്ത ബിദ്അത്തുണ്ട്, ഒരു നല്ല ബിദ്അത്തായി കാണാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ എല്ലാ ഖുതുബയിലും ശക്തമായി വാർണിംഗ് ചെയ്ത ഒന്നാണ് കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതുതായി ഉണ്ടാകുന്ന ബിദ്അത്തുകളും വഴികേടാണ്. എല്ലാ വഴികേടുകളും ളലാലത്തുൻ നരകത്തിലേക്കാണ്. ഇങ്ങനെ പഠിപ്പിച്ച ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ദീനിൽ
അത് നല്ല ബിദ്അത്തായിക്കൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിക്കേണ്ടതായിരുന്നില്ലേ? പഠിപ്പിക്കണമായിരുന്നല്ലോ. ഒരു നല്ല എത്രത്തോളമാ പറഞ്ഞു പഠിപ്പിച്ചത്? ലൈലത്തുൽ ഖദറിനേക്കാൾ, 2 പെരുന്നാളിനേക്കാളും വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് ഒക്കെ എഴുതി വിട്ടിട്ടാ സഹോദരങ്ങളെ ഇങ്ങനെയൊക്കെയുള്ള ജൽബനങ്ങൾ. എന്നിട്ട് പല ന്യായീകരണങ്ങളും. ഒരു കച്ചവടക്കാരൻ, അയാൾക്ക് ലാഭം കിട്ടിയാൽ ആ ലാഭത്തിൽ നിന്ന് എപ്പോഴൊക്കെ ആളുകൾക്ക് ശുക്ർ എന്നുള്ള നിലക്ക് സന്തോഷത്തോടെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് തെറ്റാണോ? അയാള് ഏതെങ്കിലും ദിവസം ജനങ്ങൾക്ക് ശുക്ർ എന്നുള്ള നിലക്ക് പൈസ കൊടുക്കുന്നത് തെറ്റാണോ? അതാണോ സഹോദരങ്ങളെ ഈ ഒരു കാര്യത്തിന് തെളിവായി കൊണ്ടുവരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫഇന്നഹു മയഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടാകും. ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സ്വഹാബികളുടെ മാർഗ്ഗം നിങ്ങൾ പിന്തുടരുക. ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞു. നിങ്ങൾ മൈക്ക് ഉപയോഗിക്കുന്നില്ലേ? നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്നില്ലേ? ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടോ? അത് പിന്നീട് ഉണ്ടാക്കിയതല്ലേ? അപ്പൊ അത് ബിദ്അത്താവുകയില്ലേ? സഹോദരങ്ങളെ, ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന വ്യക്തമായ അസ്ലും അതുപോലെ തന്നെ തെളിവുകളുമുള്ള കാര്യങ്ങളാണ് ദീനിയായ വിഷയത്തിൽ. അത് സഹാബത്ത് ക്രോഡീകരിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ അത് തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കൃത്യമായി കൊണ്ട് ഓരോ നാടുകളിലേക്ക് മുസഹഫുകൾ എത്തിച്ചു. അതാണോ ബിദ്അത്തായി പറയുന്നത്? അതല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്നുണ്ടായിരുന്ന ആ കാര്യം തന്നെയാണ് തോലുകളിലും എല്ലുകളിലും എഴുതി വെച്ചിരുന്നു വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ. പിന്നീട് അത് ക്രോഡീകരിക്കപ്പെട്ടു. സ്വഹാബത്ത് നിർവഹിച്ചത്. അങ്ങനെയൊന്നുമല്ലല്ലോ സഹോദരങ്ങളെ ഇന്ന് നടക്കുന്ന ഈ തോന്നിവാസങ്ങൾ. അത് ഹിജ്റ 300-ന് ശേഷമാണ്. സ്വഹാബത്തിനും താബികൾക്കും തബഅ് താബികൾക്കൊക്കെ ശേഷം. പ്രമാണങ്ങളിലേക്ക് വരൂ. വിശുദ്ധ ഖുർആൻ എത്രയെത്ര സന്ദർഭങ്ങളിലാണ് അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വമൻ യുതിഇല്ലാഹ വർ റസൂൽ, നിങ്ങൾക്ക് വിജയിക്കണോ, നഷ്ടം വരാതിരിക്കണോ, നിങ്ങൾ അവിശ്വാസികളാകാതിരിക്കണോ എങ്കിൽ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കൂ എന്ന എത്ര കൽപ്പനകളാണ്. അപ്പൊ അന്ന് ളുഹർ നമസ്കാരമുണ്ട്, സുബഹി നമസ്കാരം 2 റക്അത്ത് അന്നുണ്ട്, ഇന്നും അതുപോലെയുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന്റെ ആദാബുകൾ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇന്ന് എന്തൊക്കെയാണ്? പ്രത്യേക യൂണിഫോം ഇട്ടിട്ട് ജനങ്ങൾ തുള്ളുകയാണ് റോഡിൽ നിന്നുകൊണ്ട്. വിശുദ്ധ ഖുർആനിന്റെ സുന്നത്തിന്റെ പിൻബലത്തിൽ ഒരു തെളിവുകളും സഹോദരങ്ങളെ ഇലാ യൗമിൽ ഖിയാമ അങ്ങനെയുള്ള തോന്നിവാസത്തിന് കൊണ്ടുവരാൻ സാധ്യമല്ല. കാരണം ഹദീസ് കിതാബുകളിൽ ലക്ഷങ്ങൾ ഹദീസുകൾ മനഃപ്പാടമാക്കി ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ അങ്ങനെ പറയപ്പെടുന്നു. എന്നിട്ട് ആ ഇമാം ഷാഫിഈ റഹ്മഹുല്ലയുടെ ഒരു ഗ്രന്ഥത്തിൽ പോലും അതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല. പെരുന്നാൾ ദിവസത്തിലെ സുന്നത്തുകളുണ്ട് ഹദീസുകളിൽ. ചെറിയ പെരുന്നാൾക്ക് എങ്ങനെ, വലിയ പെരുന്നാൾക്ക് എങ്ങനെ, ജുമാ ദിവസത്തിലെ ആദാബുകളുണ്ട്. എല്ലാത്തിനും നമുക്ക് അതിൽ അസ്ലുണ്ട്. അപ്പൊ ഒരു സെലിബ്രേഷൻ ആണോ, ഒരു ആഘോഷമാണോ, അതിന് ദലീൽ വേണം. അത് പിന്നെ ഇന്ന ഇമാം ചൊല്ലിയിട്ടുണ്ട്, ഇന്ന ആള്, അങ്ങനെയൊന്നുമല്ല. ഖുർആനിലും സുന്നത്തിലും സ്വഹാബത്തിന്റെ ഫഹമിലും അവിടെയാണ്. അതാണ് ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞത്, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദൂഹാ. ആ സ്വഹാബത്ത് ചെയ്യാത്ത ഒരു ഇബാദത്ത് നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഫഇന്നൽ അവ്വല ലം യദഅ ലിൽ ആഖിരി മഖാലൻ. ആ മുൻകാലക്കാർ, ആ സ്വഹാബത്ത് ഒരു കാര്യവും വിട്ടുപോയിട്ടില്ല. പിൽക്കാലക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മറന്നുപോയിട്ടില്ല ഒരു കാര്യവും. സഹോദരങ്ങളെ, അതിന്റെ പേരിൽ പിന്നീട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് തേടാൻ എന്തൊക്കെ ദലീലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്, ഖബറിൽ വെച്ചെല്ലാം അറിയുന്നുണ്ട് എന്ന രൂപത്തിലൊക്കെ. വസയറല്ലാഹു വറസൂലുഹു അഅമാലക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹും റസൂലും ഒക്കെ അറിയുന്നുണ്ട് എന്ന രൂപത്തിൽ. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, നാളെ ആഖിറത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ അടുക്കൽ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ കുറെ ആളുകൾ വരും. ഫയഅരിഫൂനി വഅരിഫുഹും, അവരെന്നെ തിരിച്ചറിയും, ഞാൻ അവരെയും തിരിച്ചറിയും. എനിക്കും അവർക്കിടയിൽ ഒരു കർട്ടൻ, ഒരു മറയിടപ്പെരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ഞാൻ ചൊല്ലും അപ്പോൾ ഈ ഹാദിഹി ഉമ്മത്തി, ഇതെന്റെ ഉമ്മത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും, ഫഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നബിയെ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കാലശേഷം ഇവരെന്താണ് ചെയ്തു വെച്ചത് എന്ന്. ദീനിലില്ലാത്ത കാര്യങ്ങൾ പുതുതായി കൊണ്ടുവന്നു, പല പുണ്യവും പറഞ്ഞുകൊണ്ട് ആഘോഷമായി, നോമ്പായി, അതുപോലെ തന്നെ ദിക്റുകളായി, സ്വലാത്തുകളായി പലതും ഇവർ കൊണ്ടുവന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹത്തൻ സുഹ്ക,
ലിമൻ ഗയ്യറ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ദീനിനെ വികലമാക്കിയ, അതിനെ ചേഞ്ച് ആക്കിയ ആളുകൾ ദൂരെ പോകൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിരുന്നുവെങ്കിൽ, ഖബറിൽ കിടച്ചല്ല അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാമായിരുന്നില്ല, അതൊക്കെ എനിക്കറിയാം, അവരാഘോഷിച്ചതും അവർ പാടിയതും അവർ ചെയ്തതൊക്കെ അതൊക്കെ എനിക്കറിയാം, പ്രശ്നമല്ല. അങ്ങനെയല്ല, എനിക്ക് ശേഷം ദീനിനെ മാറ്റം വരുത്തിയ ആളുകളെ ദൂരെ പോകുമെന്ന് സഹോദരങ്ങളെ ആട്ടി അകറ്റുന്നതാണ്. അതുകൊണ്ട് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാനോ പ്രാർത്ഥിക്കാനോ ഇസ്തിഗാസ ചെയ്യാനോ, എന്നിട്ട് സഹോദരങ്ങളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അദ്ദുആ ഹുവൽ ഇബാദ, ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് ഇബാദത്ത് തന്നെയാണ്, അത് അല്ലാഹുവിനോട് മാത്രമാണ് ആവേണ്ടത്. ഔലിയാക്കളോടും അമ്പിയാക്കളോടും തേടുമ്പോൾ അതിന് ഇസ്തിഗാസ എന്നും അതിന് സഹായം തേടലെന്നും അതുപോലെ തന്നെ വേറെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് സഹോദരങ്ങളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്തരത്തിലുള്ള പുരോഹിതന്മാരെയും പണ്ഡിത വേഷധാരികളെയും നമ്മൾ കൃത്യമായി കൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ അത് അല്ലാഹുവിനോട് മാത്രമേ ഉള്ളൂ, അല്ലാഹു അല്ലാത്തവരോട് ഒരു തേട്ടവും ഇല്ല. അങ്ങനെയൊന്ന് ഇസ്തിആനത്തും അതുപോലെ തന്നെ ഇസ്തിഗാസത്തും ഇസ്തിആദത്തും എല്ലാം വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമാണ്. ആയത്തുകളിൽ അത് ജനങ്ങളോടേത് അള്ളാഹുവിനോടേത് ഏത് സാധാരണക്കാർക്കും അറിയാം. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ വേറൊരാളോടും ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ശിർക്കായി. മക്കളെ തരണേ, രോഗം മാറ്റണേ, ഹിദായത്ത് നൽകണേ, അത് അള്ളാഹിനോട് കേൾക്കേണ്ടതാണ്. ഒരു പഠിപ്പും ഒരു ഇൽമും നേടിയിട്ടില്ലാത്ത സാധാരണ ആളോട് ചോദിച്ചാലും അയാൾ പറയും ആരോടാണ് ഇത് തേടേണ്ടത്? മക്കളെ തരണേ, രോഗം മാറ്റണേ, ഹിദായത്ത് തരണേ എന്നൊക്കെ ആരോടാ? അള്ളാഹിനോട് മാത്രം തേടേണ്ടതാണ്. അത് ഏത് തങ്ങളോടോ ബീവിയോടോ ശൈഖിനോടോ ഏതൊരാളോട് തേടിയാലും അതെന്താണ്? അത് ശിർക്കാണ്. അതിനെന്ത് പേരിട്ടാലും, ഇസ്തിആസ എന്നോ അതല്ലെങ്കിൽ ഇസ്തിആന എന്നോ എന്ത് പേരിട്ടാലും ശരി, കാര്യങ്ങൾ വ്യക്തമാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. റബ്ബിനോട് തേടേണ്ടത്. അല്ലാത്തവരോട് തേടിയാൽ അവൻ ദീനിൽ നിന്ന് പുറത്തുപോയി, അവൻ ശിർക്കാണ് ചെയ്തത്. ശിർക്ക് ചെയ്താൽ അവൻ നരകത്തിൽ ശാശ്വതനാണ്. ഇത് ആർക്കാണ്? വളരെ സിമ്പിൾ ആയിക്കൊണ്ട് പഠിപ്പിക്കാവുന്നതാണ്. പിന്നീട് അദ്ദുആ എന്നതിലെ അലിഫ്ലാം, അതെന്താ? അലിഫ്ലാം അത് മഅരിഫയാണ്, അള്ളാഹുവിനോട് മാത്രമാണ് തേടേണ്ടത് എന്നാണ് അത് അറിയിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അല്ലാത്തവരോട് തെളിവ് തേടുവാനും പ്രാർത്ഥിക്കുവാനും തെളിവുണ്ടാക്കുന്നവർ സഹോദരങ്ങളെ ഹാസു ബുർഹാനക്കും, അതിന്റെ തെളിവുകൾ കൊണ്ടുവരൂ. സാധ്യമല്ല. ലാ ബുർഹാന ലഹു ബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതിന് തെളിവില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്കൊരു മാർഗമുണ്ട്, വളരെ വ്യക്തമായ തെളിഞ്ഞ ഒരു മാർഗം. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവാചകത്വ ജീവിതം 23 വർഷക്കാലം 40 മുതൽ 63 വരെ മക്കയിലും മദീനയിലുമായിക്കൊണ്ട് പഠിപ്പിച്ചു എല്ലാം. എന്നിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രികൾ പകല് പോലെ വ്യക്തമാണ്. ലാ യസിഉ അൻഹാ ഇല്ലാ ഹാലിക്, നശിച്ചവനല്ലാതെ അതിൽ നിന്ന് വഴിതെറ്റി പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ചു പോയ മാർഗം അത് വിശുദ്ധ ഖുർആനിന്റെ സുന്നത്തിന്റെ മാർഗമാണ്. പിന്നെ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ ഒന്ന് കൊണ്ടുവരാൻ സഹോദരങ്ങളെ, കുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റആഹ അന്നാസു ഹസന മുത്തബിഉ സുന്ന. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിപ്പിച്ചു, ജനങ്ങൾ നല്ലതായി കണ്ടാലും ബിദ്അത്തുകളെല്ലാം ളലാലത്താണ്, അത് വഴികേടാണ്, നരകത്തിലേക്കുള്ള മാർഗമാണ്. ചെറുതും വലുതും എല്ലാ സുന്നത്തുകളും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഏത് കാലാണ് പിന്നെ ചെരുപ്പ് ധരിക്കുമ്പോൾ ഫസ്റ്റ് ഏത് ധരിക്കണമെന്ന്, ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോൾ ഏതാണ് ആദ്യം അഴിച്ചു വെക്കേണ്ടത് എന്ന്, പള്ളിയിൽ കയറുമ്പോൾ, പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഗാഡിയിൽ കയറുമ്പോൾ, അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തേ ഇതൊന്നും ചൊല്ലാതെ പോയത്? അതാണ് മഹാനായ ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന, ആരെങ്കിലും ദീനിൽ പുതുതായി ഉണ്ടാക്കി അത് നല്ലതായി കണ്ടു, നല്ലതാണല്ലോ, ദഫ് കൊട്ടും പാട്ടും മുട്ടും പിടിയൊക്കെ അത് കാണാൻ നല്ല ചന്തമുണ്ടല്ലോ, അത് നല്ലതല്ലേ എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അയാൾ വാദിക്കുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ ചീറ്റിംഗ് നടത്തി എന്നാണ്. കാരണം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുൽ ഇസ്ലാമ ദീന എന്ന സൂറത്തുൽ മാഇദയിലെ ആയത്ത് ഓതി ഈ ദീനിന്റെ വിധികളും വിലക്കുകളും എല്ലാം
ഇസ്ലാം കംപ്ലീറ്റ് ആക്കി ദീന് തൃപ്തിപ്പെട്ട് പൂർത്തിയാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനുൽ യൗമ ദീന. അന്ന് ദീനല്ലാത്ത ഒന്ന് ഇന്ന് ദീനാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനല്ലാത്ത ഒന്ന് ഇന്ന് ദീനാവുകയില്ല. അതിനൊരു അസ്ല് അവിടെ വേണം സഹോദരങ്ങളെ. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് സുന്നത്തിനെ മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മസ്ജിദ് നബവിയിലേക്ക് വരുമ്പോൾ ഒരു സഹാബി ദുഃഖിച്ചിരിക്കുന്നു, വളരെ വിഷമിച്ചിരിക്കുന്നു. മാലി അറാക മഹ്സൂന, എന്താണ് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത്, സാഡായിട്ടിരിക്കുന്നത് എന്ന് അയാളോട് ചോദിച്ചു. അയാൾ പറയുന്നത്, നബിയെ, ഇപ്പോൾ ഞങ്ങൾക്ക് ഏത് സമയത്തും വന്ന് നിങ്ങളെ കാണാം, നിങ്ങളോട് സംസാരിക്കാം, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാം. പക്ഷേ നിങ്ങൾ മരിച്ചു, ഞങ്ങളും മരിച്ചാൽ പിന്നെ അമ്പിയാക്കളൊക്കെ ഉയർന്ന ദർജയിലാകും, ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കുകയില്ലല്ലോ നബിയെ എന്ന് ചൊല്ലിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുന്നു, വമൻ യുതിഇല്ലാഹ വറസൂൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ ആരുണ്ടോ അവരാണ് അമ്പിയാക്കളോടൊപ്പം ഉണ്ടാവുക. ഫജ്ർ ജമാഅത്തിന് ഒരു ജമാഅത്തിനും പള്ളിയിൽ വരാതെ നിസ്കരിക്കാതെ അങ്ങനെ നടക്കുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ എങ്ങനെ വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഒരു ആഘോഷം നടത്തിയിട്ട് സ്വർഗത്തിൽ പോകാൻ സാധിക്കും? അതുകൊണ്ട് നസീഹത്തോടുകൂടി നമ്മൾ ജനങ്ങളോടും മനസ്സിലാക്കി കൊടുക്കുന്നതും ജനങ്ങളെ വിളിക്കുന്നതും അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അതാണ്, മറ്റൊരു താല്പര്യവുമില്ല. അള്ളാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ എന്നാണ് വിളിക്കുന്നത്. സഹോദരങ്ങളെ, ബുദ്ധി കൊടുത്ത് നിങ്ങൾക്ക് അള്ളാഹു ബുദ്ധി നൽകിയിട്ടില്ലേ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ആലോചനയാക്കുന്നില്ലേ? വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പഠിക്കാനും നിങ്ങൾ തയ്യാറാകുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോന്നും പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നബിയോട് സ്നേഹമുള്ളവൻ അവന്റെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ ആ ഇത്തിബായ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണോ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഇത്തിബായ് ചെയ്യണം, ഫോളോ ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് അല്ലാഹുവിനോട് മഹബ്ബത്തുള്ളവരാകൂ, ദീനിനോട് മഹബ്ബത്തുള്ളവരാകൂ. അതല്ലാതെ ഒരു തൊപ്പി വെച്ച് അതല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും ഒരു പായസം വിതരണം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ സഹോദരങ്ങളെ അത് ദീനാകുമെന്ന് വിചാരിക്കേണ്ടതില്ല. എന്തൊക്കെ ദീനിൽ വന്നു, എന്തെല്ലാം പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയത് എന്തെല്ലാം എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സൂറത്തു ആല ഇംറാനിലെ ഈ ആയത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചത്, ഹാദിഹിൽ ആയത്തു ഹാകിമത്തുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ്, അല്ലാഹുവിനോട് പിരിസമുണ്ടെന്ന് ചൊല്ലുന്ന ആളുകൾക്കുള്ള ഒരു വിധികർത്താവാണ് ഈ ആയത്ത്. വലൈസ ഹുവ അലാ ത്വരീഖത്തിൽ മുഹമ്മദിയ്യ, മുഹമ്മദ് നബിയുടെ മാർഗ്ഗത്തിൽ അല്ലാതെയാണ് അവൻ അത് വാദിക്കുന്നത് എങ്കിൽ ഫഇന്നഹു കാദിബുൻ ഫീ ദഅവാഹു, അവൻ വെറുതെ നാവ് കൊണ്ട് ചൊല്ലുന്നു നബിയോട് മഹബ്ബത്തുണ്ട്, അല്ലാഹുവിനോട് മഹബ്ബത്തുണ്ട് എന്ന് വെറുതെ ചൊല്ലുകയല്ലാതെ സഹോദരങ്ങൾ അവന്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ പോലെയില്ല. അവന്റെ വസ്ത്രം നെരിയാണിക്ക് കീഴിലാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് യാതൊന്നുമില്ല. സഹോദരങ്ങളെ, എല്ലാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് പിന്തുടരുക. വമാ ആതാകും റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ എടുക്കൂ, നബി വിരോധിച്ചത് വിട്ടുകളയൂ. ഖദ് അല്ലമകും നബിയുക്കും കുല്ല ഷൈഇൻ ഹത്തൽ ഖിറാഅ, നിങ്ങളുടെ നബി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ചല്ലേ? ഏതുവരെ ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴുള്ള ആദാബുകൾ വരെ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ ഒന്നും വിട്ടുപോയിട്ടില്ല. ഒരു ജൂതൻ വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, ഞങ്ങൾക്കാണ് അത് ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ അതൊന്ന് ഈദാക്കുമായിരുന്നു, അവർക്കതാക്കാമായിരുന്നു. ആർക്ക്? ഉമർ റളിയല്ലാഹുവിന്. ഏതാണ് ആയത്ത്? സൂറത്തുൽ മാഇദയിൽ അൽയൗമ അക്മൽതു ലക്കും. അപ്പൊ ചൊല്ലിക്കൊടുത്തു, അതെ ഞങ്ങൾക്കറിയാം അതെന്നാ ഇറങ്ങിയത്. അത് അറഫ ദിവസത്തിൽ ദുൽഹിജ്ജ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഈ ദീന് പൂർത്തിയാക്കിയ സന്തോഷമുള്ള ഒരു സുദിനമായിരുന്നു. പക്ഷേ അന്നൊരു പ്രത്യേകം സ്വലാത്തുകളോ അന്ന് പ്രത്യേകം ഒരു മധുരം വിതരണമോ എന്ന് പ്രത്യേകം ഒരു ദഫ്മുട്ടോ അവർ നടത്തിയില്ല. അതെന്താ? അവർക്ക് ചെയ്യാമായിരുന്നില്ലേ? അതാ അവർ മനസ്സിലാക്കിയത് എന്ത്? അങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഏതൊരു ഇബാദത്തുണ്ടോ, ഏതൊരു ആഘോഷമുണ്ടോ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസ് യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിന്റെ ആദാബുകൾ നമ്മെ പഠിപ്പിച്ചു. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നാണ്. എന്നിട്ടും സഹോദരങ്ങളെ അതിനെതിരെ നിൽക്കുകയാണെങ്കിൽ
ബിദ്അത്തുകളുടെ വിഷയത്തിൽ അൽ ബിദ്അത്തു ഫിദ്ദീനി മാ ലം യശ്റഅഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹും റസൂലും ശറഅക്കാത്തത് വഹുവ മാ ലം യഅ്മുർ ബിഹി അമറ ഈജാബ് വലാ ഇസ്തിജാബ്, ഇങ്ങനെ ചെയ്യണം, ഇത് മുസ്തഹബാണ്, ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി കാണിച്ച് പഠിപ്പിച്ചു തരണ്ടേ? അതല്ലാത്തതെല്ലാം സഹോദരങ്ങളെ ബിദ്അത്താണ്. അതിങ്ങനെ മൈക്ക് ഉപയോഗിക്കുന്നില്ലേ, കാർ ഉപയോഗിക്കുന്നില്ലേ, നിങ്ങൾ പിന്നെ പാന്റും ഷർട്ടും ഇടുന്നില്ലേ, അതല്ല അതിന്റെ മറുപടി. ദീനിൽ ഒരു കാര്യം പുണ്യകർമ്മമായി കൃത്യമായി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അന്ന് അങ്ങനെ പ്രത്യേകം ഒരു മൗലിദ് ആഘോഷിക്കുകയോ അന്ന് മൗലിദ് ഏടുകൾ ഓതുകയോ ചെയ്തിട്ടില്ല. ഏതോ ഓതിയത്? എന്താ ഓതാൻ ചൊല്ലിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? ഇന്നെന്റെ ജന്മദിനമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസം ഇന്നത് ഓതിക്കോളൂ, ഇന്ന സൂറത്ത് ഓതിക്കോളൂ, അല്ലെങ്കിൽ ഇന്ന ദിക്ർ ചൊല്ലിക്കോളൂ, ഇന്ന സ്വലാത്ത് ചൊല്ലിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. ബാക്കിയുള്ള വേറെ എല്ലാ വിഷയത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏതെല്ലാം ആഘോഷമുണ്ടോ, അനുഷ്ഠാനമുണ്ടോ, ആചാരമുണ്ടോ, നോമ്പുണ്ടോ, നിസ്കാരമുണ്ടോ, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിത്തന്നുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ. നമുക്ക് ചോദിക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അവർക്ക് വല്ല പാർട്ട്ണർമാരുമുണ്ടോ ദീനിൽ പുതുതായി ഉണ്ടാക്കാൻ, വേറുള്ളത് കൂട്ടിച്ചേർക്കാൻ? ഇത് അള്ളാഹുവിനോടും റസൂലിനോടും ചെയ്യുന്ന വലിയ ധിക്കാരമാണ് സഹോദരങ്ങളെ ബിദ്അത്ത്. ബിദ്അത്തിന്റെ പരിണിത ഫലം അത് നല്ലതല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, ഒരാൾ തപ്പാക്കുന്നതിനേക്കാളും ബിദ്അത്താണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം. എന്താ? അൽ മഅസിയത്തു യുതാബു മിൻഹാ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ. തപ്പാക്കുന്ന, ഹറാമാക്കുന്ന ഒരാൾ അത് വിട്ടുകൊണ്ട് ഒരു പക്ഷേ പോയേക്കാം, ഞാൻ ചെയ്യുന്നത് സമല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്ന ആളെന്താ? നല്ലതല്ലേ, നബിയുടെ മദ്ഹ് പറയലല്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ എന്നൊക്കെ വിചാരിച്ചു. ചില ആൾക്കാർ ചോദിക്കുന്നത്, ഭക്ഷണത്തിന് ഫുഡ് കഴിക്കുന്നതിന് എന്താ പ്രശ്നം? ഭക്ഷണം പിന്നെ നല്ലതല്ലേ, അത് ചോറല്ലേ, ഇറച്ചി തിന്നതിനെന്താ? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ അല്ലാത്തവരുടെ പൊരുത്തത്തിന് വേണ്ടി അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതും, അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കപ്പെട്ടതും, അള്ളാഹുവിന്റെ പേരിലല്ലാതെ, അതുപോലെ തന്നെ ഹലാലായതല്ലാത്തത് നമുക്ക് തിന്നാനല്ല, ഹറാം. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത വദ്ദം വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി. അല്ലാഹു അല്ലാത്തവരുടെ പേര് പറയപ്പെട്ടുകൊണ്ട് ബിസ്മി ചൊല്ലി അർത്ഥതാണെങ്കിലും ബിസ്മി ചൊല്ലി ഉണ്ടാക്കിയതാണെങ്കിലും ശരി, അതൊരു ബിദ്അത്തിൻ്റെതാണെങ്കിൽ ഹറാമാണ് ദീനിൽ, അത് തിന്നാൻ പാടില്ല. എന്താ? ഫുഡ് എന്താ പഴച്ചത്? അത് നല്ലതല്ലേ? ഫുഡ് സഹോദരങ്ങളെ, ഏത് തിന്നാലും, പന്നിയിറച്ചി തന്നാലും നിങ്ങൾ തിന്നോ? ഇല്ല. കാരണം എന്താ? അത് ഹറാമാണ്. അതേപോലെ ബിദ്അത്തായ ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു വിഷയത്തിന്റെ പേരിൽ ആഘോഷമായി ഉണ്ടാക്കിയത്. പെരുന്നാൾക്കാർ വിളിച്ചാലും പോയി തിന്നുന്നില്ലേ? എന്നാൽ മൗലിദിന്റെ പേരിൽ ഉണ്ടാക്കിയത് എന്താ തിന്നാത്തത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ബിദ്അത്തിന്റെ ഹറാമിന്റെ ഫുഡാണ്, അതുകൊണ്ടാണ് തിന്നാത്തത്. പന്നി ഇറച്ചി ആയതുകൊണ്ടല്ല. പിന്നെയോ, ഇറച്ചി പോത്തിൻ്റെതാണെങ്കിലും പക്ഷെ അത് ഹറാമാണ്, നമുക്ക് തിന്നാൻ പറ്റൂല. എല്ലാത്തിനും വിളിച്ചാൽ പോയി തിന്നാനല്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയതുണ്ട്, തൃപ്തിക്ക് വേണ്ടി. പല നിരക്കും ഇപ്പൊ ബദരീങ്ങളുടെ പേരിൽ ഉണ്ടാക്കുന്നു, ഉഹദീങ്ങളുടെ പേരിൽ, ജീലാനി ശേഖിന്റെ പേരിൽ, പലരുടെ പേരിലും അവരുടെ പ്രീതിക്ക് വേണ്ടി, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി, അവരുടെ പൊരുത്തത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണെങ്കിലും ശരി, ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് അതിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ഭക്ഷണം തിന്നാൻ പാടില്ല. ക്രിസ്മസ് വരുമ്പോ ക്രിസ്ത്യാനികളായ ആളുകൾ ക്രിസ്തുമസ് സെലിബ്രേറ്റ് ആക്കുന്നു. എന്താ? ഈസാ നബി നമ്മുടെ നബിയല്ലേ? ആണ്. ലാ നുഫരിഖു ബിഹി ബൈന അഹദിൻ മിർ റസൂലി, അല്ലാഹുവിന്റെ റസൂലുമാരിൽ ഒരാളിലും വേർതിരിവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാലോ. എന്താ? ഈസാ നബി അല്ലേ, അള്ളാഹുവിന്റെ റസൂലല്ലേ ഈസാ നബി. പക്ഷെ എന്താ? അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെ ക്രിസ്ത്യാനികൾ അമിതമായി പുകഴ്ത്തി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നാക്കി അവർ ആഘോഷിക്കുന്നു. അതേപോലെ എന്നെയും നിങ്ങൾ ആക്കരുത്. ഇന്നമാ നഅബുദു, ഞാൻ അള്ളാഹിന്റെ അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹിന്റെ അടിമയെന്നും റസൂലെന്നും എന്നെ കുറിച്ച് പറയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നമ്മളെ പഠിപ്പിച്ചത് ഇത്തിബാണ്. ഇത്തബിഉ വലാ തബ്തദിഉ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ഫോളോ ചെയ്യൂ നബിയുടെ സുന്നത്തുകളെ, നിങ്ങൾ പുതുതായി ഉണ്ടാക്കേണ്ടതില്ല. ഫഖദ് കുഫീതും, അത് തന്നെ നിങ്ങൾക്ക് മതിയായതാണ്. ഇമാം ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അൽ ഈമാനു ഖൗലൻ, ഈമാൻ എന്നുള്ളത് വാക്കാണ്. വലാ ഖൗല ഇല്ലാ ബിഅമൽ, അമൽ കൊണ്ടല്ലാതെ ഖൗലില്ല. വലാ ഖൗലും വലാ അമലും ഇല്ലാ ബിന്നിയ്യ, അമലും ഖൗലും നിയ്യത്ത് കൊണ്ടല്ലാതെ ഇല്ല. വലാ ഖൗലും വഅമലും വനിയ്യ ഇല്ലാ ബിസുന്ന, അമലാവട്ടെ ഖൗലാവട്ടെ നിയ്യത്താവട്ടെ അത് സുന്നത്തിൽ
ഡിപ്പെൻഡ് ചെയ്തതാവണം. ചില ആൾക്ക് നിയ്യത്ത് നന്നായാൽ മതി, അതുകൊണ്ട് നിങ്ങൾ എന്തേലും ചെയ്തോളൂ. ഞാൻ ബിദ്അത്തൊന്നല്ല ചെയ്യുന്നത്, പക്ഷേ നബിയുള്ള സ്നേഹം കൊണ്ട് നിയ്യത്ത് നല്ലതാണ്. അങ്ങനെയില്ല സഹോദരങ്ങൾ, സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാം ഒന്നും വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിനെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ ജാഗ്രത കാണിക്കട്ടെ, അല്ലാഹുവിൽ നിന്നുള്ള ഫിത്ന. അതേപോലെ തന്നെ ശക്തമായ വേദനയേറിയ ശിക്ഷ അവരെ പിടികൂടുന്നത് അവര് കാത്തിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബ്ലി ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി അൻ യദുല്ല ഉമ്മതഹു അലാ മാ യഅലമു. നിങ്ങൾ അറിയേണ്ട, നിങ്ങൾ ചെയ്യേണ്ട, ചൊല്ലേണ്ട എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആദ്യകാലക്കാരായ ആളുകൾ, ആ സ്വഹാബത്ത് അവരെന്താണോ ചെയ്തത് സഹോദരങ്ങളെ, അത് ചെയ്യുക. അത് മാത്രം മതി വിശ്വാസികൾക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി. പുതുതായിക്കൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഇമാമുമാർ ഏതെങ്കിലും ആൾ ചൊല്ലി ഇന്ന കിതാബിലുണ്ട്, അതൊന്നുമില്ല. അള്ളാന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഇല്ലാത്തത് ഒരു ഇബാദത്തായി, ഒരു പുണ്യകർമ്മമായി നമ്മൾ ചെയ്യേണ്ടതില്ല. സ്വഹാബത്തിന് പരിചയമില്ലാത്തത് വേണ്ട. അതാണ് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിച്ചത്. മഹാനായ താബിഈ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞു, മാലം യഅരിഫുൽ ബദരിയ്യൂൻ ഫലൈസ മിനദ്ദീൻ. ബദരീങ്ങൾക്ക് അറിയാത്തതൊന്നും ദീനല്ല. എന്തുണ്ടോ അവർ ആ ബദരീങ്ങൾക്ക് അറിയാത്തത് ദീനല്ല എന്ന അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ യാ മഅശറൽ ഖുർആ, ഖുർആൻ ഓതുന്ന ആളുകളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് മുമ്പുള്ള ആ സ്വഹാബത്തിന്റെ മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇബ്നു അത്താർ റഹിമഹുല്ലാഹ് ചൊല്ലി, മൻ അൽസമ നഫ്സഹു ആദാബ സുന്ന, സുന്നത്തിന്റെ ആദാബുകൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരൂ. നവ്വറല്ലാഹു ഖൽബഹു ബിനൂരിൽ മഅരിഫ, അപ്പോൾ നിങ്ങളുടെ കൽബുകൾക്ക് അറിയാനുള്ള മഅരിഫത്തിനുള്ള ആ ഒരു പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുതരും. വലാ മഖാമ അശ്റഫി മിൻ മുതാബഅത്തിൽ ഹബീബി ഫി അവാമിരിഹി വഅഫ്ആലിഹി വഅഖ്ലാഖിഹി, സ്വഭാവത്തിലും കൽപ്പനകളിലും പ്രവർത്തനങ്ങളിലും വാക്കുകളിലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്നതിനോളം ശ്രേഷ്ഠമായ ഒരു സ്ഥാനവുമില്ല എന്ന് ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ അലിമ തരീഖൽ ഹഖ്, ഹഖിന്റെ വേ ഒരാൾ മനസ്സിലാക്കിയാൽ സഹുല അലൈഹി സുലൂഖഹു, ഹഖിന്റെ വേയിൽ പ്രവേശിക്കാൻ എളുപ്പമാണ്. വലാ ദലീല അല ത്വരീഖി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എത്താനുള്ള ഒരു മാർഗ്ഗവുമില്ല ഇല്ലാ മുതാബഅത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹ്വാലിഹി വഅഖ്വാലിഹി വഅഫ്ആലിഹി. സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് എത്തണോ, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണോ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കിട്ടണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലുകളും ഫിഅലുകളും നബിയുടെ അവസ്ഥകളും അറിഞ്ഞ് അത് ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഫമൻ സഹിബൽ കിതാബ വസ്സുന്ന, അതാണ് ഖുർആനും സുന്നത്തുമായി കൊണ്ട് ബന്ധം പുലർത്തിയാൽ, വതഖറബ അൻ നഫ്സിഹി, സ്വന്തം നഫ്സിനെ മാറ്റി നിർത്തുക, വാനിൽ ഖൽഖി, സൃഷ്ടികളിൽ നുഹാജറ ബിഖൽബിഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക. ഫഹുവ സ്വാദിഖ് വൽ മുസീബ്, അവനാണ് സത്യസന്ധൻ, അവനാണ് ഹക്കായ മാർഗ്ഗത്തിലുള്ളവൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കുക. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഇഖ്തിലാഫ് ഉണ്ടോ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. വൽ ഇബാദാതു മബ്നാഹാ അല സുന്ന വൽ ഇത്തിബാ, ഏതൊരു ഇബാദത്തും അത് നിർമ്മിച്ചിട്ടുള്ളത് സുന്നത്തിലാണ്, ഇത്തിബായിലാണ്. ലാ അലൽ ഹവാ വൽ ഇബ്തിദാ, നമ്മുടെ മനസ്സിൽ തോന്നിയത്, നമ്മുടെ മൈൻഡിൽ തോന്നിയ, നമ്മുടെ ഇച്ഛക്ക് തോന്നിയതൊക്കെ നമ്മൾ ദീനായി കൊണ്ടുവരാൻ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിൽ നമുക്ക് അവകാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഫകുല്ലു മൻ ഇത്തബഅ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഫോളോ ചെയ്യുന്ന ഏതൊരാളും ഫല്ലാഹു കാഫിഹി, അവൻ അല്ലാഹ് മതി, വഹാദിഹി, അല്ലാഹ് മതി അവന് ഹിദായത്ത് നൽകാൻ, വനാസിറുഹു വറാസിഖു, അല്ലാഹ് അവനെ ഹെൽപ്പ് ചെയ്യും, അല്ലാഹ് അവന് റിസ്ക് നൽകും. നമുക്ക് അല്ലാഹു മതി. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ച് ആ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറായ സഹോദരങ്ങളെ, റബ്ബിൽ നിന്നുള്ള സഹായം ഉണ്ടാകും. അതുകൊണ്ട് ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ ആ മനഹജും പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറു ഇന്നഹു അൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين
وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീൻ, അതിൻ്റെ തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ തൗഫീഖ് കിട്ടി എന്നത് തന്നെയാണ് ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. മെജോറിറ്റി, നാട്ടിലെ മെജോറിറ്റിയെ നിങ്ങൾ ഫോളോ ചെയ്താൽ അള്ളാന്റെ വേയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. മെജോറിറ്റി ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ നാട്ടിലും ചെയ്യുന്നുണ്ടല്ലോ, കുറെ ആളുകൾ അതാക്കുന്നുണ്ടല്ലോ എന്നതൊന്നുമല്ല ദീനിൽ തെളിവ് ഒന്നിനും. അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അതാണ് അമ്പിയാക്കൾ നിർവഹിച്ച ആ ദഅവത്ത്. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുന്നു. ഈ മാർഗമാണ്, ഈ ഒരു ദഅവത്താണ് നമ്മൾ നിർവഹിക്കുന്നത്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ ഈ തൗഹീദ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ ഒരു കാര്യം, ഇതെത്തിയിട്ടില്ലാത്ത ഓരോ നാടുകളിലേക്കും ഓരോ കുടുംബത്തിലേക്കും നസീഹത്തോടു കൂടി, ആരോടും വിദ്വേഷത്തിനോ അതല്ലെങ്കിൽ ഒരു പക തീർക്കാനോ ഉള്ളതല്ല ഇത്. ഈ ദീന് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ അവർ കത്തിയാളുന്ന നരകത്തിലേക്ക് പോകരുതെന്നുള്ള നസീഹത്തോടു കൂടിയാണ്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമല്ലാത്ത മാർഗം പിന്തുടർന്നാൽ അവർ നരകത്തിലേക്ക് എത്തുമെന്നുള്ള ഭയം കൊണ്ട് റബ്ബേ ഖാലു മഅദിറതൻ ഇലാ റബ്ബിന, റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ഒരു എക്സ്ക്യൂസ് പറയാൻ റബ്ബേ ഞങ്ങൾ ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്, ഇത് ശരിയല്ല, ഇത് തെറ്റാണെന്ന് ഞങ്ങൾ ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്, റബ്ബിന്റെ അടുത്ത് പറയാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മാർഗത്തിൽ എന്ത് തന്നെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും അള്ളാഹുവിന്റെ തൗഹീദ് എത്തിക്കുന്ന വിഷയത്തിൽ, സുന്നത്ത് പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ ജനങ്ങൾ എന്തൊക്കെ എതിർത്ത് നിന്നാലും ശരി, വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി ഹുവ ജതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. നിങ്ങൾ ഈ മാർഗത്തിൽ പരിശ്രമിക്കൂ. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ല, നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിന് വേണ്ടി, അതെ ആഖിറത്തിന് വേണ്ടി അള്ളാഹിന്റെ ദീന് എത്തിച്ചു കൊടുക്കാൻ നമ്മളല്ലാതെ ഇവിടെ വേറെ ആരുമില്ല. ആളുകൾ അടിക്കും, ആളുകൾ എറിഞ്ഞോടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ദഅവത്തിന്റെ മാർഗത്തിൽ സഹോദരങ്ങളെ വിശദീകരിക്കേണ്ടതില്ല, നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അനുഭവിച്ച ത്യാഗങ്ങളും പീഡനങ്ങളും. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് ഈസിയായി പോകാമെന്ന്? فلما يأتيكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അതേ നബിയും സഹാബത്തും കിടുകിടാ വിറപ്പിച്ചിട്ടുണ്ട്. ഒരാളെ കൊണ്ടുവന്ന് നിർത്തി അയാളെ രണ്ടായി പിളർക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയെ, എപ്പോഴാണ് അള്ളാന്റെ റസൂലെ അള്ളാന്റെ സഹായം? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അതേ അള്ളാന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. ആളുകൾ നിങ്ങളെ ആക്ഷേപിച്ചാലും, ആളുകൾ നിങ്ങളെ തല്ലി ഓടിച്ചാലും, ആളുകൾ നിങ്ങളെ തെറി വിളിച്ചാലും ശരി, ഈ മാർഗത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. തൗഹീദിന്റെ ആദർശം നെഞ്ചിലേറ്റിയ ഒരു വിശ്വാസിക്കും അതിൽ നിന്ന് പുറകോട്ട് പോകാനില്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ജനങ്ങളോട് നസീഹത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തിന്റെ മാർഗത്തിൽ ഇബ്നു അബ്ദുൽ അയാൽ എന്നുള്ള ത്വായിഫിലുള്ള തന്റെ കുടുംബക്കാർ സഹായിക്കുമെന്ന് വിചാരിച്ച് അവിടെ പോയി ദഅവത്ത് നടത്താൻ വേണ്ടി, അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ, റബ്ബിലേക്ക് ക്ഷണിക്കാൻ അവര് അങ്ങാടി പിള്ളേരെ വിട്ടുകൊണ്ട് എറിഞ്ഞോടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി. നബി ഒരു ഈത്തപ്പന ചുവട്ടിൽ വന്നിരുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, നിങ്ങളുടെ ഈ ഖൗമ ചൊല്ലിയ കാര്യം അല്ലാഹ് കേട്ടിട്ടുണ്ട്. മലക്കുൽ ജിബാലിനെ അള്ളാഹു പറഞ്ഞേക്കുന്നുണ്ട്. ഈ ജനതയെ ഇങ്ങനെ രണ്ട് സഫാ മർവ കുന്നുകൾ കൊണ്ട് തകർത്ത് കളയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ വാക്കുകളാണ് നമുക്ക് ഈ ദഅവത്തിന്, ഈ ദീനെ ഓരോ നാട്ടിലും പോയി എത്തിക്കാനുള്ള പ്രചോദനം, നമുക്കുള്ള പ്രയോജനം അതാണ്. എന്താണ് ആ പ്രചോദനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വേണ്ട, ഇവരെ നശിപ്പിക്കാനല്ല, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മയഅബുദുല്ലാഹ് ലാ യുശ്രികു ബിഹി ശൈആ. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നാട്ടുകാരിൽ നിന്ന്, ഈ ആളുകളിൽ നിന്ന് അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, റബ്ബിൽ യാതൊന്നും ശിർക്ക് ചെയ്യാത്ത ഒരു വിഭാഗം ആളുകളെ അല്ലാഹു നാളെ കൊണ്ടുവരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, അങ്ങനെയാണ് നമുക്ക് തൗഹീദ് കിട്ടിയത്, അങ്ങനെയാണ് നമുക്ക് സുന്നത്ത് കിട്ടിയത്. ഇതില്ലാത്ത നാടുകളിലേക്ക് ഇത് എത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അതാണ്, നമ്മൾ കാരണത്താൽ ഒരാൾ ഹിദായത്തിലായാൽ അതിനുവേണ്ടി ഞാൻ എന്ത് തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി വന്നാലും ശരി, ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും ശരി, അള്ളാഹുവിന്റെ ദീന് അതിവിടെ നിലനിൽക്കണം, തൗഹീദ് അത് ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു നസീഹത്ത് മാത്രമാണ് അബൂദർ റളിയല്ലാഹു അൻഹു താൻ മനസ്സിലാക്കിയ സത്യം മക്കയിൽ വിളിച്ചു പറഞ്ഞത്. മക്കയിലെ ഖുറൈശികൾ വന്ന്
അദ്ദേഹത്തെ അടിച്ചമർത്തി താഴെയിട്ടു. വീണ്ടും അയാൾ ബോധം വന്നപ്പോൾ വീണ്ടും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, അയാളുടെ ആവേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഈ ഒരു ഹക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമായിരുന്നു. അദ്ദേഹം തന്റെ നാട്ടിൽ പോയി അവിടെ എല്ലാം ദഅവത്ത് നടത്തി ആ നാട് മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിക്കുക, നമ്മൾ ആരോട് എന്ത് പറഞ്ഞു കൊടുത്തു, എന്ത് ചൊല്ലിക്കൊടുത്തു, ഞാൻ എന്ത് ചെയ്തു ഇതിനു വേണ്ടി? ഒന്ന്, അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്, അവിടെയൊക്കെ പോയ പ്രശ്നങ്ങളാണ്, അടി കിട്ടും, എന്തിനാ നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നത്? സഹോദരങ്ങളെ, അള്ളാന്റെ പേരിൽ എന്തെങ്കിലും ഒരു വാക്ക് കേൾക്കാൻ, എന്തെങ്കിലും ഒരു ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഒരു സുന്നത്ത് എടുത്തതിന്റെ പേരിൽ? സ്വന്തം കുടുംബത്തിൽ പോലും ഈ ദീന് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. സ്വന്തം മംഗലം വരുന്ന വീട്ടില് മാരേജ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ബിദ്അത്തുകളും എല്ലാ ഹറാമുകളും തൗഹീദിന്റെ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയല്ല, അതോ അതെന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. മഞ്ഞൾ കല്യാണം, മൈലാഞ്ചി കല്യാണം, അത് ഇത് എന്നിട്ട് എല്ലാ വീഡിയോയും ക്യാമറയും എന്നിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. ഇതാണോ ദീൻ? അത് സുന്നത്തിലില്ല. ഹറാമുകളെ നമ്മൾ ഒഴിവാക്കണം. ദീനിന്റെ യഥാർത്ഥ സുന്നത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റബ്ബിൽ നിന്നുള്ള സഹായം ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും മക്കളിലും ജീവിതത്തിലും എല്ലാം ഈ തൗഹീദും സുന്നത്തും കൊണ്ടുവരാനും നമ്മൾ മനസ്സിലാക്കിയ സത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീന്, യഥാർത്ഥ സന്ദേശം ഖുർആനും സുന്നത്തും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും സിഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കൊച്ചു സംഘമായിരുന്നാലും അള്ളാഹുവിന്റെ ദീന് അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ച് മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മരണം വരെ ഈ ആദർശത്തിൽ തന്നെ ജീവിക്കാനും അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തൗഹീദിന്റെ ദഅവത്തിന്റെ പ്രബോധന രംഗത്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സബാത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന് ഇസ്സത്തും ഫദ്ലും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദർശം എല്ലാ നാടുകളിലേക്കും എത്തിക്കാനും അതിന്റെ പ്രചാരകരാകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കാനും ആ ദീനിന്റെ ഇൽമ് പഠിക്കാനും അറിയാനും അല്ലാഹുവിന്റെ മസ്ജിദുമായി കൊണ്ട് ബന്ധം പുലർത്താനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا توفنا مسلمين والحقنا بالصالحين اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا ميتا الا رحمته ولا مريضا الا شفيته ولا بلاء الا رفعته يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين قوموا إلى صلاتكم.